90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സ്വാഗതം വിത്ത് സ്റ്റാർ മാജിക് കേരളാസ് #1 ഡിജിറ്റൽ ട്യൂഷൻ ആപ്പ് ആയിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പിനെ പറ്റിയിട്ടാണ് നിങ്ങളിലേക്ക് പറയാനുള്ളത്. അതായത് കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ് നിങ്ങളുടെ മക്കളാണെങ്കിൽ, അതായത് 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള മക്കൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഇത്തിരി കൂടെ അവരുടെ എഡ്യൂക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ആപ്പാണ് 90+ മൈ ട്യൂഷൻ ആപ്പ്. ഒരു തവണ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ഇന്റർനെറ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 200K+ ആളുകൾ ഇപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അത്രയും യൂസർ ഫ്രണ്ട്ലി, മറ്റുള്ള ആപ്സിനെ വെച്ചിട്ട് അത്രയും ബെസ്റ്റ് റേറ്റ്, കമ്പാരിറ്റീവ്ലി ലെസർ റേറ്റിലാണ് ഈ ഒരു ആപ്പ് ഉള്ളത്. ഈ എഡ്യൂക്കേഷൻ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന്റെ കംപ്ലീറ്റ് സിലബസ് ആനിമേറ്റഡ് ഫോമാറ്റിലായിരിക്കും നമ്മുടെ മക്കളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം ടെസ്റ്റ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും പിള്ളേർക്ക് പഠിക്കുക എന്നുള്ളൊരു ബേർഡൻ ഉണ്ടാവില്ല. ഒരു ആനിമേറ്റഡ് വേർഷനും കൂടെ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഈസിയർ വേ ആണ് ഇവരുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. എന്തായാലും നമ്മുടെ ചോട്ടാസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഇൻട്രോ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ പെർഫോമൻസിലേക്ക് നമുക്ക് പോയല്ലോ. കേട്ടിട്ടുണ്ടോ? അതില് ഒരു കൃഷ്ണനെയും കുറച്ച് തോഴിമാരെ ആവശ്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു കളർഫുൾ പെർഫോമൻസിനായിട്ട് നമ്മുടെ ബിൻചേട്ടൻ്റെ അടുത്ത് നമ്മുടെ ഗേൾസിന്റെ അടുത്തെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഒരു അടിപൊളി പെർഫോമൻസ് ബൈ ബിനു അടിമാലി ആൻഡ് ദ ഗേൾസ്. ആർത്തി കാണിക്കുക. ഏത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ രീതി തന്നെ കഴിക്കും. ഒരു വെള്ളരിക്ക,
മാറി ആൾക്കാരൊക്കെ നോക്കി അവരെന്ത് വിചാരിക്കും? എന്റെ പേര് ബാലഗോപാലൻ. ഈ പെൺകുട്ടികൾ എന്നെ ഭയങ്കര ജീവനാണ്. പക്ഷെ നിങ്ങളുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഈ പെൺകുട്ടികൾ നിങ്ങളെ ജീവൻ എടുക്കാനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അനാവശ്യം പറയരുത്. എന്തല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ പെൺകുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലോ എന്റെ പൊന്നു പെങ്ങന്മാരെ, ഇവന്റെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവനെ ഇഷ്ടപ്പെട്ടത്? അസിസ്ക വിചാരിക്കണ പോലെയല്ല, ഭയങ്കര കൈപ്പുണ്യുള്ള ആളല്ല. അതാണ്. അയ്യ, കയ്യില് പുണ്ണുള്ള ആളെയൊക്കെ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? ഒരൊറ്റ വെട്ടിയാൻ പറ്റിട്ടോ. ഇവിടെ കൈപ്പുണ്ണല്ല, കൈപുണ്യമുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഞാൻ കുക്കറാവേ, കുക്കർ ഇതിന്റെ വേഷം തലയിൽ തൊപ്പിയൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല ചേട്ടാ. കുക്കറാ കണ്ടിട്ടൊരു ജോക്കറിനെ പോലെ ചേട്ടാ. കുക്കർന്നല്ല, കുക്ക്, പാചകക്കാരൻ കുക്ക് എന്ന് വേണം പറയാൻ. ഞാൻ പാചകക്കാരനാണ്, ഭയങ്കര കുക്കാണ് ഞാൻ. നിങ്ങൾ ഈ മട്ടനിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാം? ലോകത്തിൽ ഒരു പ്രാവശ്യമേ ഈ സാധനം മട്ടനിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുപോലത്തെ ഒരു വെറൈറ്റി സാധനം ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ ചെയ്യാൻ പോവാ. പാചകക്കാരൻ നോക്കി നിൽക്കുന്നു, കണ്ടു പഠിച്ചോ വേണമെങ്കിൽ. അതും 10 മിനിറ്റ് കൊണ്ട് മട്ടൻ. എന്ത് വർത്താനാണ് ചേട്ടാ പറയുന്നത്? 10 മിനിറ്റ് കൊണ്ട് മട്ടൻ? ഈ മട്ടൻ കഴുകാൻ തന്നെ അരമണിക്കൂർ എടുക്കും. 10 മിനിറ്റ് എടുക്കണം മട്ടൻ ഉണ്ടാകും. ഈ മട്ടന്റെ പ്രത്യേകത, ഈ മട്ടൻ കഴുകണ്ട. അതാണ് എന്റെ ഏറ്റവും വലിയ ഒരാടിനെ പിടിക്കുക. ഈ ആടിനെ പാളയുടെ പുറത്ത് ഇങ്ങനെ ബാലഗോപാലിനെ എണ്ണ തേക്കുമ്പോ പാടടി എന്നുള്ള പാട്ട് പാടാൻ മതി. ഒരു പാളയുടെ പുറത്ത് കയറ്റി നിർത്തുക. എന്നിട്ട് മഞ്ഞള്, ഉപ്പ്, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം കൂടെ ജീവനോടെയാണ് ആട്. ജീവനോട് അതല്ലേ ഞാൻ പറഞ്ഞത് 10 മിനിറ്റ്. അതാണ് കഴിവണ്ടെന്ന് പറഞ്ഞത്. കഴിവുണ്ടെന്ന് പറഞ്ഞത്. ഈ ആടിനെ ഇങ്ങനെ ഈ മസാലക്കൂട്ടെല്ലാം ഈ ആടിന്റെ മേത്തങ്ങ് തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകം കണ്ണിലൊരു സ്റ്റിക്കർ ഒട്ടിക്കണം. അല്ലെ ഈ മസാലയൊക്കെ കണ്ണിനകത്ത് പോകും. അതുകൊണ്ട് ഈ കണ്ണിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. ഈ വേഗാങ്ങാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ആട് വേ എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്കും വേവ് കറക്റ്റ് ആവില്ല. ഈ വേഗമ്പോൾ നിശബ്ദനായിരിക്കണം ആട്. മനസ്സിലായോ? അങ്ങനെ ഈ സാധനം ഈ ഇതൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ട്, അതായത് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. നമ്മള് ഒരു ഗ്രിൽഡ് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലെ ഈ അടപ്പിലേക്ക് ഈ ആടിനെ കയറ്റി നമ്മൾ പതുക്കെ അങ്ങ് തള്ളുക. ജീവനോടെ ഈ അറക്കമില്ല ഇങ്ങനെ വാള് ഇങ്ങനെ ഇറക്കുമ്പോ ഇങ്ങനെ തടി തള്ളി കയറ്റാനായി കേറിയിട്ട് ഈ മിഷ്യത്തിന്റെ അപ്പുറം വരുമ്പോ, അപ്പൊ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പുറം വരുമ്പം മസാലയൊക്കെ പിടിച്ച് നല്ല വെറൈറ്റി ഒരു ഉഗ്ര നല്ല ഒരു മട്ടൻ ഇങ്ങനെ നിൽക്കുക, പ്ലാവലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട്. അപ്പൊ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വാരിയൽ അല്ലെങ്കിൽ വര വര പോലെ ഇരിപ്പുണ്ടാവും. അതിന്റെ ഭാഗത്ത് ഒരു ചെറിയ പീസ് എടുത്ത് തിന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വെന്തോ ഇല്ലോ. നോട്ട് ദ പോയിന്റ്. അപ്പൊ ഓക്കെ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇയാൾക്ക് ഈ മട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഈ മെഷീൻ ഇങ്ങനെ ഉണ്ടല്ലോ, ആ മെഷീൻ പിടിച്ച് ഇങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് തള്ളണം. ഉള്ളിലേക്ക് തള്ളിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പം ജീവനുള്ള ആടായിട്ട് വീണ്ടും അതും പച്ച പ്ലാവലയിൽ നിന്നുകൊണ്ട് ആട് നിൽക്കും. അതുപോലെ തിരിച്ചു വരുമോ? അതുപോലെ തന്നെ തിരിച്ചു വരും. ഒരു വ്യത്യാസം ഉണ്ടാവൂലേ? അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഈ ആടിന്റെ പള്ളക്ക് ചെറിയൊരു തുളയുണ്ടാവും. അതെങ്ങനെ? നീ അല്ലടാ ഒരു കഷ്ണം എന്തോന്ന് അറിയാൻ വേണ്ടി എടുത്ത് തിന്നത്. എന്നിട്ട് നീ എന്നാ വർത്താനം നിങ്ങളല്ലേ എടുത്തിരുന്ന? അളിയാ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ പുകഴ്ത്തി പറയാന്ന് കരുതരുത്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ രുചി കാരണം വിരൽ വരുത്തുന്നുണ്ട്. ആണാ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇടയ്ക്ക് ടൗൺ ഹാളിൽ നടന്ന ഒരു കല്യാണത്തിന് ചേട്ടനാണോ ഭക്ഷണം ഉണ്ടാക്കിയ അവിടെ? അതെ. അങ്ങനെ മനസ്സിലായി? ഈ കഴിച്ചിട്ട് ഇറങ്ങിപ്പോർക്കൊന്നും വരലില്ലായിരുന്നു. അവരൊക്കെ ഇങ്ങനെ അവർക്കിപ്പോ എങ്ങനെ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. മനുഷ്യ പറഞ്ഞിട്ടുണ്ട് വരലില്ലല്ലോ. അതൊന്നുമല്ല, നീ ഗോതമ്പ്, പാലട, പ്രഥമൻ, പരിപ്പ്, ഈ വക 4 പായസം ഗംഭീരമായിട്ട് കേരളത്തിൽ ഇന്ന് വരെ ഇവർക്കൊക്കെ അറിയാം. കേരളത്തിൽ ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കോളിയാ. ഇത് ഈ പായസത്തിൽ ഏതാണ് രസം? ഇടവേ പായസത്തിനകത്ത് അങ്ങനെ രസം ഉണ്ടാവണം. രസം ഉണ്ടാവണേ വേറെ വെക്കണം. ഇത് പായസമാണല്ലോ, പായസത്തിന് ഒരു രസം ഉണ്ടാവുമല്ലോ അല്ലേ? പായസത്തിന് രസം ഉണ്ടാവില്ല. വേണമെങ്കിൽ പപ്പടവും പഴവും തരാം. രസം നമുക്ക് ഊണ് കഴിക്കാൻ തരാം. അതിക്ക് മുമ്പ് തരല്ലേ ആള് കൂടുതൽ. ഒന്നാമത് എന്റെ ഭക്ഷണത്തിന് പിടിച്ചു പറയാ, സാധനം തികയില്ല, സാധനം തികയില്ല. പൊന്നു ചേട്ടാ, നമ്മൾ ഓരോ പായസത്തിനും ഓരോ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് പായസത്തിനാണ് എന്റെ രസം? അതിന് ഒരു രസം. പായസത്തിലെ രസമല്ല ഞാൻ പറഞ്ഞില്ലടാ പൊട്ട. ആയി നല്ല രസം. പിന്നെ അല്ല ചേട്ടാ, ഇവരൊക്കെ ആരാ? കഴിഞ്ഞ ദിവസം എന്റെ പായസത്തിൽ വീണ ആളുകളാണ്. കഴിഞ്ഞ ദിവസം പായസം അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഇവരല്ലേ വീണ്? ഈ പായസമാണ് നമുക്ക് ഇതിന് കഴിക്കാൻ തരുന്നത്. ഓ, ഇവനെയൊക്കെ എവിടെ ഞാൻ ഈ കൊച്ചിനെ പിടിച്ചൊരു അടി തന്നു കഴിഞ്ഞാണല്ലോ കൊച്ചിന്റെ സ്ലിപ്പറി ചെരുപ്പ് നിന്റെ കരണം പറഞ്ഞത്. എടാ, ഞാൻ പായസം ഉണ്ടാക്കിട്ടെ ആ പായസം കഴിച്ചിട്ട് അതിന്റെ രുചി കാരണം എന്റെ പുറകെ വന്ന പിള്ളേരായിരുന്നു. ഏത് പായസ? പ്രഥമൻ.
ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ എന്റെ പൊന്നോ, ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നു. ഈ കേരളത്തിലും ഗൾഫ് നാടുകളിലും ആദ്യമായിട്ട് പുതിയ കുഴിമന്തി ഉണ്ടായില്ലേ? അത് ആരുണ്ടാക്കിയതാ? നമ്മൾ പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞപ്പോ ഗൾഫിലേക്ക് എന്നെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഈ കുഴിമന്തി. ഇയാള് കൊറേയൊക്കെ പടയുണ്ട് പറഞ്ഞേ. ഇന്ന് ഉച്ചയ്ക്ക് കൊടംപുളിട്ട് പറ്റിച്ച് മീൻകറി ഇവർക്ക് കൊടുത്തു എന്ന് പറയട്ടെ. ഇവർക്ക് മീൻ കഷ്ണൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞ കൊടംപുളിട്ട് പറ്റിച്ചു. മീനില്ല, പറ്റിച്ചില്ലായിരുന്നു, ഞാൻ മീൻ കൊടുക്കൂലായിരുന്നു. ഞാൻ എന്റെ കറിയിൽ തന്നെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് കൊടംപുളിട്ട് പറ്റിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാൽ കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കടായി ചിക്കൻ അതെങ്ങനെ ചെയ്യാ? അത് കടായി ചിക്കൻ കടയിൽ പോയി ചിക്കൻ കടായിട്ട് മേട്ട് കറി വെച്ചാൽ മതി. അപ്പൊ ചിക്കൻ കടായി. സത്യത്തിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പഠിച്ചത്. എന്റെ പൊന്നു പെങ്ങന്മാരെ, ഇയാള് ഉടായിപ്പാണ്. സത്യം പറഞ്ഞ ഉടായിപ്പാണ്. നല്ല കൈപുണ്യ ഞാൻ പാചകം ചെയ്തതിന്റെ പാചകത്തിന്റെ രുചി ഇഷ്ടപ്പെട്ടിട്ട് വന്നവരായിരുന്നു. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ 4 മണിയുടെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിട്ടേ സുഖിയൻ ഉണ്ടാക്കി തരുമോ? സുഖിയൻ മനസ്സിലായില്ലേ? മോദകം ശർക്കരയും പയറൊക്കെ അകത്ത് വെച്ചത്. എനിക്ക് പറയാൻ മനസ്സിലായി. നമ്മള് അതൊക്കെ ബെഞ്ചേൽ നിന്ന് കട്ടൻ ചായ ഇവിടെ വെച്ചിട്ട് ബെഞ്ചേൽ നിന്ന് ഇങ്ങനെ തിന്നാൻ പറ്റും. പൂച്ച വരുമ്പോ ഈ മുഴച്ച് നിൽക്കുന്ന സാധനമൊക്കെ പെറുക്കി അതിനിട്ട് കൊടുക്കും. എന്നിട്ട് തിന്നല്ലേ? അത് തന്നെ സുഖിയൻ. ഞാൻ ഉണ്ടാക്കി തരാം. സുഖിയൻ എനിക്ക് 1 മിനിറ്റ് പോലും വേണ്ട. ഇല്ല, മട്ടൺ ഉണ്ടാക്കാൻ 10 മിനിറ്റ് ഒതുക്കി, പിന്നെ സുഖിയൻ ഉണ്ടാക്കാൻ 1 മിനിറ്റ് ഉണ്ടാക്കി തരാം. എന്തോ ചേട്ടാ, ഈ സുഖിയൻ എന്ന് പറഞ്ഞത് അങ്ങനെ പൊതിഞ്ഞിട്ട് ഞാൻ ജനിച്ച അന്ന് മുതൽ ആലോചിക്കണതാണ്. ഒരു തുള പോലും ഇടാതെ ഇത്രയും സുഖിയനും മധുരവും ഒക്കെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കയറ്റി വെച്ചു? അത് സിറിഞ്ചിനകത്ത് വലിച്ചിട്ട് കുത്തി കയറ്റി വെച്ചാണോ ഞാൻ സുഖിയൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വല്ല മാർഗമുണ്ട്? പറ്റും ഉണ്ടാക്കി തരാൻ പറ്റും. ആരാന്ന് പറഞ്ഞേ? എന്തുണ്ടാക്കണ ആളാന്ന് പറഞ്ഞേ? അതിനങ്ങനെ സംസാരിക്കണം. എന്തുണ്ടാക്കണ ആളാന്ന് പറഞ്ഞേ? ചോദിക്കട്ടെ. പോണോ? വാന്നോ? അല്ല, ഇപ്പൊ ഉണ്ടാക്കിയ ഡിഷ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. Thank you. പക്ഷെ ഞാനിങ്ങനെ മട്ടനെ ഇതിങ്ങനെ കയറ്റി ഇതിങ്ങനെ വെച്ച് ഒന്നും നമുക്കറിയില്ല. വെറൈറ്റീസ് ഇങ്ങനെ വേറെ കല. നമുക്ക് കൈപ്പുണ്യോട് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഒരു കലയാണ്. അത് ബ്ലഡിലുണ്ടാവുന്നത്. പക്ഷെ സുഖേനിൽ എങ്ങനെയാണ് അത്രയും ചെറുപയർ ഉള്ളിൽ കേട്ടിട്ടുണ്ടെന്നുള്ളത് പുള്ളിക്ക് ഇതുവരെ അറിഞ്ഞൂടാ. ഗൾഫിലൊക്കെ പോയി പാചകം പഠിച്ച സമയത്ത് ഈ സുഖേൻ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് മാത്രം ഞാൻ ഗ്രിൽഡ് മാത്രമേ അറിയുള്ളൂ അല്ലേ? അറബിക് ഡിഷസ്. ഏതെല്ലാം ഈ സുഖേനില് എങ്ങനെയാണ് ഈ എന്താ പറയാ ചെറുപയർ ഫില്ല് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് ഈ ഗോപാലകൃഷ്ണനും തോഴിമാർക്ക് ഒരു വലിയ കഴിവ് കൊടുക്കാം. സൂപ്പർ കൂൾ പെർഫോമൻസ്. അങ്ങട് എന്താ പുളകം കൊണ്ട് അങ്ങട് എനർജി ലെവലിലാണ് ഇത്ര നിന്നത്. ഇപ്പൊ തോന്നുന്നുണ്ടോ ഈ ഒരു പാട്ടൊരു 10 മിനിറ്റ് എങ്കിലും ആയിരുന്നെങ്കിൽ? അത് എന്റെ മനസ്സെങ്ങനെ വായിച്ചു. എനിക്ക് മനസ്സിലായി ഇവിടെ എഴുതി വെച്ചത്. ഇത്രയും സുന്ദരിമാർ 5 സുന്ദരിമാരെ മുമ്പ് കളിച്ചുകൊണ്ടിരുന്നിട്ടും ഇടയെ കൂടെ വേറൊരു പെൺകുട്ടി വന്നപ്പോ ആ പെൺകുട്ടിയുടെ പുറകെ കൂടാതെ ഇത് പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി അതിന്റെ തോളിലും കയറാൻ പോയി. എടാ, അതിന് വേറെ സാധനമുണ്ട്. നമ്മൾ ഉച്ചക്ക് 4 കിണ്ണം ചോറുണ്ട് ഉണ്ടേച്ചിരിക്കുക എന്നും പറഞ്ഞ് നമ്മളെ ലഡു തല്ലി തീറ്റിച്ചാലും ലഡുവിന് മധുരമില്ലാണ്ടിരിക്കും. പുള്ളിയെ കണ്ടറിഞ്ഞൂടാ, ഒരു സുഖിയനായിട്ട് നിൽക്കുക. ഈ സ്കിറ്റില് സുഖിയനായിരുന്നു, ഉള്ളിലെ പയറായിരുന്നു. ഇവര് മൊത്തം പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നെ. കിഷോറേട്ടാ ഒരു കിടിലൻ പാചകക്കാരനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗോപാലകൃഷ്ണന്റെ? അടിപൊളി. പിന്നെ ഈ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതിനകത്തൊരു നന്മയുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നന്മയുണ്ട്, പക്ഷെ സ്വഭാവത്തിൽ കിഷോറേട്ടാ എങ്ങനെയാണ് ഈ സുഖേന്റെ ഉള്ളിൽ നമ്മള് ചെറുപയർ ഫില്ല് ചെയ്യണേ? പയറ്, ശർക്കര, പിന്നെ തേങ്ങാപ്പീര അല്ലേ? ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മളിങ്ങനെ കുഴച്ച് കോഴിക്കോട് ഭാഷ ഞമണ്ടി എന്ന് പറയും. എങ്ങനെ എടുത്ത് കുഴച്ച് പറക്കി. കോഴിക്കോടാണോ? കണ്ട ഞൗണിയല്ല, ഞെവിടി. അത് വേറെ, അത് കൊല്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനത്തിന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദ മാവിലെ അടുത്ത് മുക്കിയിട്ട് എണ്ണയിലിടും. ഉപ്പിടണ്ടേ ഒരു പിന്നെ അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശർക്കര മാറ്റിയിട്ട് ഉപ്പിടാം. അനു ഇവര് പറയണത് ഒന്നും ശരിയല്ല. എനിക്ക് അനുവിനെ മാത്രം അറിയില്ല. അനുവിനെ കണ്ടെത്തുന്ന ഒരു സുഖിയം പോലെയല്ലോ. അത് ഓർഡർ ആയിട്ട് പറഞ്ഞു കൊടുക്കും, അവർക്ക് പഠിക്കാൻ വേണ്ടിട്ടാ. ചേട്ടൻ പറഞ്ഞ എന്റെ ഉള്ളില് പയറാണെങ്കിൽ അനുവിന്റെ ഉള്ളില് മൊത്തം മീൻതലയായിരിക്കും. ഞങ്ങളോട് പറയുന്ന മോദകം എന്നാ. എങ്ങനെ ഈ മോദകം ഉണ്ടാക്കുക? മിക്കവാറും എപ്പോഴും മോദകത്തിന്റെ ഉള്ളിൽ മോതിരം പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇനി ഞാൻ ഈ സൈസുള്ള കോമഡി ഉണ്ടല്ലേ വേണോ? അല്ല സംഭവം തട്ടിയിരിക്കുന്നു. ഇനിയൊക്കെ ഇതുപോലത്തെ കുറെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി കഴിയില്ല. ആവിയായിട്ടത്
എടുക്കുക. ട്രിവാൻഡ്രത്തെ മോദകം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് അനുകുട്ടി പറഞ്ഞുതരും കേട്ടോ. മൈദമാവ് എടുക്കുക, അതിൽ കുറച്ച് മഞ്ഞപ്പൊടി. എവിടെ നിന്ന് എടുക്കണം? മൈദ മാവ് വാങ്ങാൻ കടയിൽ പോകുന്നത് മുതൽ പറ. അതെ. എന്നിട്ട് ആ കാശ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അത് പറയണം. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് സ്റ്റാർ മാജിക്കിന് പേയ്മെന്റ് നിനക്ക് കിട്ടി? നിനക്ക് എപ്പോ കിട്ടിയത്? അല്ല പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്ന് പോകുന്ന നേരത്തെ ഇവിടെ ക്യാഷ് തരും പേയ്മെന്റ്. എന്നിട്ട് എന്റെ പൈസ എവിടെ? അതെനിക്ക് അറിയാം. നീ എനിക്ക് 1000 രൂപ തരാനുണ്ടോ? അത് നിങ്ങൾ നന്നായിട്ട് ഇവിടെ എന്നിട്ട് ഇവിടെ പറഞ്ഞ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതെവിടെയാണ്? മോദം ഉണ്ടാക്കുന്ന പറയട്ടെ പ്ലീസ്. നീ പറ. അതിനൊരു 2000 രൂപ എടുക്കും ഞാൻ. മോദം ഉണ്ടാക്കാൻ 2000 രൂപ. ആകെ 2000 രൂപ കിട്ടുള്ളൂ. അതിന് മുഴുവനും മോദം. അറിയാൻ പറ്റില്ല. ചിലപ്പോ മോതിരിട്ട മോദകാണെങ്കിൽ 2000 രൂപ വരും. 2000 എടുക്കും. എടുത്തിട്ട് മൈദമാവ് മേടിക്കും, കടലമാവ് മേടിക്കും, മഞ്ഞപ്പൊടി മേടിക്കും. ഇതിനാവശ്യത്തിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കും. മോദം ഉണ്ടാക്കാൻ ഈ 3 മാവ് എന്തിന്? സോഫ്റ്റ് ആയിട്ട് കിട്ടണ്ടേ? പിന്നെ കുറച്ച് സോഫ്റ്റ് ആവണമെന്ന് സ്പോഞ്ചുകളെ മേടിച്ചിരുന്നത്. ചെറുപയർ മേടിക്കും, ശർക്കര മേടിക്കും. ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ആയാലും മതി. അത് പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. തേങ്ങ മേടിക്കും, പഞ്ചസാര മേടിക്കും. അത് കുറച്ച് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അനു, നീ ഇരിക്കട്ടെ. ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങുന്ന ലിസ്റ്റ് അല്ല ചോദിച്ചത്. ഞാൻ മോദകത്തിന്റെ ഞാൻ മാത്രം എനിക്ക് വേണ്ടി മാത്രമല്ല മോദകം ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മോദകം ഉണ്ടാക്കുന്നത്. എന്നിട്ട് വീട്ടിൽ പോവും, വീട്ടിൽ പോയി കിച്ചണിലോട്ട് കയറും. നമുക്ക് എല്ലാവർക്കും കൂടെ ഉറങ്ങാം. എന്നിട്ട് നീ റെഡിയാ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. അതിന് മൈദമാവ് എടുക്കും. ഞാൻ ഒരു കിലോ മാവാണ് മേടിച്ചെന്ന് വിചാരിച്ചോ. 1 കിലോ മാവ് മേടിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് ഇച്ചിരി ഉപ്പൊഴിക്കും. എന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഇച്ചിരി കടലമാവ് ഇട്ട് കൊടുക്കും. എന്നിട്ട് വേണമെങ്കിൽ അരിപ്പൊടിയും വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ക്രിസ്പിയാണ്. അവൻ നന്നായിട്ട് കുഴയ്ക്കുക. വെള്ളം പോലെ ആവാൻ പാടില്ല. നമ്മളിങ്ങനെ കയ്യിൽ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കൂലേ, അതുപോലെ എടുക്കാം. അനുവിനെ പോലെ അത്ര ലൂസ് ആവരുത്. എന്നിട്ട് ഈ പയറെടുക്കും. കുക്കറിൽ വെച്ച് പുഴുങ്ങുക. അതിൽ ഇച്ചിരി ഉപ്പിടുക. അത് ഇച്ചിരി കടുകും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ പറയുന്ന പയറെടുത്തിടുക. പുട്ടുണ്ടാക്കി അതിന്റെ കൂടെ കുഴച്ചങ്ങ് ഇത്രയുള്ള സാധനം. നീ എങ്ങോട്ടേക്കാ പോണേ? മോദകം ഉണ്ടാക്കുന്നേ. മോദകം ഉണ്ടാക്കണതിന് മുളക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കണതിനടി. ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെയാ. എന്നിട്ട് അതിൽ കുറച്ച് അയ്യോ, ഓ എന്നെ പോലെ വേറെ വെറൈറ്റി സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല മുത്തേ. ഉണ്ടാക്കുന്ന അവിടെ ഞാൻ വെറൈറ്റി ഇല്ല, അതുപോലെ ഞാൻ എന്റെ എനിക്കുള്ളത് കുറച്ചുണ്ടാക്കിയാൽ മതി. ഞാൻ എന്റെ മയിലാടുംപാറയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ. എവിടെ? മയിലാടുംപാറ. മയിലാടുംപാറ അല്ല, ഊളംപാറ. പിന്നെ അവിടെ വേണം കൊണ്ടുപോകാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇപ്പൊ നമ്മള് പരിപ്പ് അല്ല ചെറുപയർ നമ്മള് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കിളയ്ക്കുക. ഇങ്ങനെ കളക്കും. അല്ല ഇത് കഴിക്കണവരിച്ചിരിക്കില്ല. അപ്പൊ നേരത്തെ കുഴി എടുത്തിട്ട് അതാകുമ്പോ കുഴിക്കരയിൽ നിന്ന് കഴിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് കാലുകിട്ട് തന്നെ ഇച്ചിരി മണ്ണിങ്ങനെ വെട്ടി എന്തായാലും സുഖീൻ ഉണ്ടാക്കിയ ഒരു കഥയാണ് മോദകം ട്ടോ. ഇത്രേ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് കണ്ടിട്ട് ആരെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്താ നാളെ കത്തിയും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഇങ്ങോട്ട് മാത്രം ഉത്തരവാദിത അനുകുട്ടി മാത്രമാണ്. എനിവേസ് ഒരു കിടുക്കൻ ഗോപാലകൃഷ്ണന്റെയും തോഴികളുടെയും പെർഫോമൻസ് ഇതാ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും മോദകം ഉണ്ടാക്കി എങ്ങനെയാന്നുള്ളത് ഒളിഞ്ഞ് ബാക്കിയുള്ളവരോട് റെസിപ്പി പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അറിയാൻ ഞാനത് നിങ്ങളുടെ പഠിക്കാന്ന് ഓർത്താ ഇത് അതിലപ്പുറം. അതെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ബ്രേക്ക് തരികയാണ് നമ്മള്. പോയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വരൂ. അപ്പൊ ഇതിൽ ഇവരുടെ പെർഫോമൻസിന് വലിയ കൈഡി എടുക്കാം. ശരി, അപ്പൊ ഇതിൽ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇന്നത്തെ ഗെയിംസിലേക്ക് പോണതിന് മുമ്പായിട്ട് ടോപ്പ് സിംഗേഴ്സിനെ കിട്ടിയിട്ട് ഒരു ടോപ്പ് പെർഫോമൻസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ നമുക്കൊരു പാട്ട് പാടിത്തരോ, മെഡ്ലിയോ എന്തെങ്കിലും? വരൂ പ്ലീസ്. നമുക്ക് ഏത് പാട്ടാ പഠിക്കുക? അടിപൊളി. ശരി, ഓക്കെ. ടീമിലായത് കൊണ്ടാണ് തോന്നുന്നു കൊച്ചു നന്നായിട്ട് പാടി. നമ്മുടെ സീതക്കുട്ടി നന്നായിട്ട് പാടി. അത് മൂന്നും വേറെ തല റേഞ്ചുകളാണത്. അതിനകത്ത് വേറെ ആരെയും
മാറ്റി കുറച്ച് കൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. ആണ് ഇനി പക്ഷേ ഈ നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ നമ്മൾ ഇരുന്ന് ഇവർ കേൾക്കാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. അതൊരു വലിയ സത്യം തന്നെയാണ്. ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ? ഈ അതിനകത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഈ 3 പേരൊക്കെ ഭയങ്കര ഫാനാണ്. ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് കാണിക്കുമ്പോഴേ അവരെന്നെ ചോദിക്കും നിങ്ങളെ കൂടെ കൊണ്ടുവരുന്നതൊക്കെ തിരിച്ചു ചോദിച്ചോളാം. സാധാരണ എവിടെ പോകുമ്പോഴും ആർട്ടിസ്റ്റുകൾ നമ്മുടെ എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഒരു സെൽഫി തരുമെന്നാണ് ചോദിക്കാറ്. പക്ഷെ നമ്മളെല്ലാരും ഒരു സെൽഫി ചോദിക്കാറുണ്ട്. ഓക്കെ, അമ്മ ഇനി കൗശിക്ക് ഏത് പാട്ടാ പാടുന്നത്? വീണ്ടും നമ്മൾ ഒരു അടിപൊളി ഗെയിമിലേക്കാണ് പോകാൻ പോണേ. കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുള്ളതല്ലേ? പാർക്കൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം പാർക്കിലൊക്കെ പോയിട്ട് എത്ര നാളായില്ലേ? പാർക്കിലൊക്കെ ഭയങ്കര മിസ്സിംഗ് ഉണ്ടോ? റിച്ചു അച്ഛനും അമ്മയും പാർക്കിൽ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, ഒരു ദിവസം പോയി. ഇപ്പൊ പക്ഷെ കൊറോണയായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ പോക്കറ്റിൽ നിന്നും പോയി. സീസോല് കളിക്കണമെന്നുണ്ടല്ലേ? അതല്ലേ കുഞ്ഞു അവിടെ ആഗ്രഹം. ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തേ. പാർക്ക് പോലെ തോന്നുന്നില്ലേ? മൊത്തത്തിൽ നോക്കൂ, അവിടെ സ്റ്റാർ മാജിക് എഴുതിയിട്ടുണ്ട്. അതാണ് സ്റ്റാർ മാജിക്കിന്റെ പാർക്കാണ് ഇത്. ഇവിടെ നമുക്ക് സീസോ കളിക്കാം. ശരി, ഞാനും വരും. ഓക്കെ ഫൈൻ. ചെരുപ്പക്കൂരി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റിച്ചു ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. ഇവിടെ എത്രയേ ഉള്ളൂ, നമ്മൾ സീസോ ആണ് കളിക്കാൻ പോണേ. അതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ബൗളി സീസോ. കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞങ്ങൾ പറയാം. ഈ കളി ഞങ്ങൾ തോക്കെന്ന് പറഞ്ഞാൽ ജയിക്കും. അടുത്ത പുതിയ നമ്പറുമായിട്ട് വന്നിരിക്കും. തകർന്നിരിക്കുന്ന ക്യാപ്റ്റന് വേണ്ടിട്ട് നിർത്തി ഒരു വക പറയരുത്. ജന്മത്തിൽ എന്തോ പാണ്ടിക്കന്നാലി വെല്ലുവിളിക്കടാ, വെറുതെ. ഈ പ്രാവശ്യം ബിനുചേട്ടന്റെ ടീമാണ് ജയിക്കുന്നത്. നോക്കാം, 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരുമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാട്ടും ഇവരുടെ പാട്ടും ചെയ്യും. ഒരു സീസോ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കണ്ടോ, ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി തരും. അതായത് ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ സീസോയിൽ കയറണം. ജസ്റ്റ് കയറുന്നു, ഇവിടെ നിന്ന് ഒരു ബോളും ഇതിനുള്ളിൽ ഈ ബൗളിന്റെ ഉള്ളിൽ വെക്കണം. ബാലൻസ് ചെയ്ത് നിൽക്കണം. 2 എൻഡ്സും താഴെ മുട്ടാൻ പാടില്ല. അതാണ് ഗെയിം. എന്നിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു ബാസ്ക്കറ്റിലേക്ക് നിങ്ങൾ മാക്സിമം ബോൾസ് ഇടണം, ഓരോന്നോരോന്ന്. അതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ. കളിക്കല്ലേ? യെസ്. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ബൗളി സീസോ. Okay, so ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. സൂക്ഷിച്ച് മതി കേട്ടോ കൗശിക്. സീതയ്ക്ക് ചിലപ്പോ പറ്റുണ്ടാവില്ല. പതുക്കെ ചെയ്താൽ മതി.
ആ കൊല്ലല്ല. ഓക്കെ അടുത്ത രണ്ടുപേര് ഓക്കെ എയറിൽ ബാലൻസ് ചെയ്യണേ. അടുത്ത ആൾക്ക് കളിക്കാം. വെരി ഗുഡ്. പതുക്കെ പതുക്കെ. നേരത്തെ ആ മെഷർമെന്റ് ഇല്ലേ, നീ നേരത്തെ കാണിച്ചില്ല ആ മെഷർമെന്റ്. പതുക്കെ 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 പതുക്കെ. അല്ലല്ല, ബാക്ക് 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 പോ ബാക്ക് പോ. ചക്കല കൂടെ ബാക്ക് പോ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഡൺ ഡൺ. മതി മതി മതി. ചക്കല കൂടെ എടുക്കാൻ. അനുവിന് കൊടുക്ക്. അളിയാ ആലോചിച്ചിട്ടൊക്കെ വേണം കറ കേട്ടാ. പിടിക്കണേ, നോക്കണേ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അളിയാ ആവശ്യക്കാരൻ ആവശ്യക്കാരൻ. കളിക്കാത്തവര് സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കൊറേ നേരമായിട്ട് ഒറ്റ നിപ്പ് വയ്ക്കാണല്ലോ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഒന്ന് കിണക്കുന്നത് കണ്ടില്ലേ? ഞാൻ എടുക്കാം. അത് പറ്റില്ല അതെന്ത് പരിപാടിയാണ്? വീട്ടിൽ ചേച്ചി കൊറേ നേരം പഞ്ചായത്ത് ഒരു തോണി മാസം ഒരു ട്രൈ അത് കറക്റ്റല്ല.
ടീമും നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ എനിക്കൊരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനുണ്ട്. അതായത് രണ്ട് ടീമും സ്വയം ജഡ്ജായിട്ട് അവർ തന്നെ ജഡ്ജസ് ആയിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇടാനാണ് പറയുന്നത്. അല്ലാണ്ട് ഒരു കാലം അങ്ങോട്ട് കുത്തി ഒരു കാലിൽ താഴെ ഇവിടെ ഈ സീസോ ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം മൈനസ് ചെയ്തിട്ട് ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും 4-4 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവർ ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കുറേ മൈനസ്, കുറേ ഫൗൾസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതുകൊണ്ട് ഇപ്പം ടൈല് നിൽക്കുകയാണ്. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 1 മിനിറ്റ് സമയം, ഒരു ബോൾ ഇട്ടാൽ മതി. നിങ്ങൾ ആദ്യം ഇടുന്നത് ഏത് ടീമാണോ ആരാണോ ആ ബോൾ ഇടുന്നത് അവരാണ് ജയിക്കാൻ പോണേ. സോ യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, സൂപ്പർ. ഒറ്റ ബോൾ ഇടാനേ പറഞ്ഞുള്ളൂ. ജസീല ഈ കിടിപിടി സാധനങ്ങളൊക്കെ മാറ്റിക്കേ. ഇപ്രാവശ്യമെങ്കിലും നീ രക്ഷപ്പെട്ടല്ലോ. ഇനി എല്ലാ എപ്പിസോഡിലും ബിൻചേട്ടന് വേണ്ടിട്ട് കൗശികിനെ വിളിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കൗശിക് വന്ന് മാനം കാത്തിരിക്കുകയാണ് ബിൻചേട്ടന്റെ. എല്ലാരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് റിച്ചു കുട്ടിനെ നമുക്കൊന്ന് ഹാപ്പി ആക്കണം. ഇനിയും അവരുടെ ഇതിനകത്താണ് ഇടാൻ പോണേ. ഇതിലിടാ. അപ്പൊ റിച്ചുക്കുട്ടിനും അതുപോലെ തന്നെ നമ്മുടെ കൗശിക്കിനും ഒരു വലിയ കൈയടി ബിൻചേട്ടന്റെ ടീമിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അല്ല, ഈ എപ്പിസോഡിൽ ചാട്ടവാറടി വേണോ? വേണോന്ന് ഞാൻ ചോദിക്കാണ്. എല്ലാം ഈ എപ്പിസോഡിലെല്ലാം ബിൻചേട്ടന്റെ ആഗ്രഹം പോലെയാണ്. അതുകൊണ്ട് എല്ലാത്തിനും നിരത്തി കിടക്കുക. ഇതിന്റെ മേളിൽ ഒരു ബെഡ് കൂടെ ഇട്ട് ഞാൻ ഇങ്ങനെ തിന്നാൻ പോവാ. സാൻഡ്വിച്ച് തിന്നാന്നല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം ചാട്ട വേണം. ആദ്യം ചാട്ട പോരട്ടെ. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. അപ്പൊ എഡിറ്റർ ചേട്ടന്മാരോട് പറയാനുള്ളത് പതിവിൽ നിന്ന് കട്ട് കോപ്പി പേസ്റ്റ് വേണ്ട കേട്ടോ. ഇന്ന് മുതൽ മാറ്റി പറയാനുള്ള സമയമായിരിക്കുകയാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ജയിച്ചിട്ടുള്ളത് അത്ഭുതം എന്ന് പറയട്ടെ, ഹാർഡ് വർക്ക് എന്ന് പറയട്ടെ. ആരുടെ? നമ്മുടെ കൗശുവിന്റെയും എല്ലാവരുടെയും എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ബിനുചേട്ടന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. ഞാൻ ഒരാളിട്ട് പൊട്ടിക്കാൻ വേണ്ടി റെഡി. ആരെയാണ് അടിക്കണ്ടേ? ചേച്ചിയുടെ അല്ല അത് ഞാൻ വെച്ചാണ് മോനെ. എനിക്കത് വെട്ടിപ്പൊളന്ന് 4 കീറി അടപ്പത്ത് വെക്കാനുള്ളതാ. ഞാൻ പ്രദീപേട്ടനാണോ? എന്തെത്ര ദേഷ്യം അനുവിന്? നമ്മളുടെ ടീമിനെ കളിയാക്കി ഏന്തി നോക്കുകയും ചെയ്ത് നാണക്കേട്. 5 വയസ്സായ കുട്ടിയുടെ കയ്യിൽ നിന്ന് നീ അടിക്കണം, ഞാൻ അടിക്കാം. ഓടി ഓടി ഇവിടെ കൊറേ പേര് അതെ ആ കാൽപാദങ്ങളൊന്ന് തരും. എന്തായിരുന്നു, ഭയങ്കര ഡയലോഗായിരുന്നു ശരിക്കും. ഇതാണ് അടി. ഇവിടെ കുറെ പേർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, സാറിന് ഇനി ആരെയാണ്? കഴിഞ്ഞതിന് ഞങ്ങള് തോറ്റപ്പോ അസീസ്ക എന്റെ മുമ്പിൽ വന്നവര് ഒരു പാട്ടിട്ട് വന്ന ഞാനൊരു ഡിങ്കടി ഡിങ്കടി കാണിച്ചു കൊടുക്കട്ടെ. ഒരു പാട്ടിട്ട് അശോകന്റെ ഫിഗർ പഠിപ്പിച്ചു തരാം. നിന്നിട്ടില്ല. തിരിച്ചു തരും. ഡയാന വന്നട്ടെ, പോന്നോട്ടെ. 2 1 പുറകിലടിച്ചോ? ഇല്ല, പുറകിലടിച്ചോ? 3 2 1 അടിപൊളി. കൊടുക്കട്ടെ, കിലോയ്ക്ക് കുറവ് കൊടുക്കും.
ശ്രീവിദ്യ കൊറേ നാളായി എന്തോ കാർന്നന്മാരെ തല്ലിയിട്ട് കൊറേ നാളായി. മോനെ തല്ലിന്നൊരു പേര് വരും നിനക്ക്. നീ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞു. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ നീങ്ങളാ? വേദനീകരിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിന്നങ്ങ് ഉറങ്ങും. ഓൾറെഡി ഉറക്കപ്പിച്ചാണ് വിളിച്ചോണ്ട് ആ ജീൻസിന്റെ ഫ്രണ്ട് ഫുള്ള് അടി കിട്ടിയതാണ് അന്ന് തിരിച്ചിട്ടത്. 3, 2, 1. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ. ഹലോ ശ്രീകുട്ടി, ഇരിക്കാൻ സമയമില്ല. എന്താ സമയത്ത്? എനിക്ക് തീർക്കണം. എന്ത് തീർക്കണം? പ്രതികാരം തീർക്കണം. അവിടെ എല്ലാവർക്കും എന്നെ അവിടെ. ഹലോ ഹൂടി, ഹൂയ്. ഹലോ. അവിടെ മീശയില് ശൂലം വെച്ചേക്കണ ഒരാളുണ്ട്. അതെ, ഈ ചേച്ചിക്ക് നിങ്ങള് എസ്കോട്ട് വേണം രണ്ടുപേരും. ഞാൻ പോവാ. ഓക്കെ, ചേച്ചിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അടിക്കും. ഒരു മിനിറ്റ്, ഒരു സാധനം കടം പിടിക്കണ്ട. സാധനം ഒന്നും കയറി മാസം കാണിക്കാനാ. എടാ വാടാ. അത് വച്ചതിന് ശേഷം നീ കണ്ണ് കാണാൻ പറ്റാതെ മറ്റവളെ അടിക്കരുതേ. ചേട്ടൻ നമ്മളെന്താ ഒന്നും പറഞ്ഞിരിക്കണ്ടെങ്കിൽ വാ. മാറിയില്ലേ? ചോര അരക്ക് മേലെ റെഡി അടി കൊള്ളണ കണ്ടത്തിലെ കണ്ടോ? മൈക്കൊന്നും അടിക്കാം. റെഡി, പ്രതികാരം നിലയ്ക്കുന്ന നോവ്. നിങ്ങളിത് കാണുക. 3, 2, 1. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. നിങ്ങളിത് കാണുക. ഞങ്ങളെ വേദന എടുത്തില്ലേലും കീറ് കിട്ടിയോ? ചേട്ടാ, മനസ്സ് തകർന്നു, മനസ്സ് വേദനിച്ചു, പൗരുഷം ഇല്ലാണ്ടായി. കൈയടിക്കടാ. അങ്ങനെ ഒന്നും ഇല്ലാതായി പോവില്ല മോളെ. എന്തായാലും നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഷിയാസ് പോയിട്ട് നൈസ് ആയിട്ട് ഒരു ചാട്ടടി നമ്മുടെ ശ്രീവിദ്യക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം 50,000 രൂപയുടെ ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. അത് താഴെ ഇടുകയും ചെയ്തു. അവിടെ വരെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി ഇനി ആറ് കടി കൊടുക്കും, ആരായിരിക്കും, ഏത് ടീമായിരിക്കും ജയിക്കുക തോൽക്കുക എന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. കാരണം ഇപ്പൊ ജയം നമ്മുടെ ബിനു അടിമാലിയും ടീമിന്റെയും കൂടെയാണ്. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ വിഷമമൊന്നും എല്ലാവർക്കും ഇല്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അരമണിക്കൂറിൽ നിന്ന് ഇപ്പൊ നമ്മൾ 1 മണിക്കൂറാണ്. എത്ര മെസ്സേജസ് വരണേ. ഇപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെയാണ്, 9 to 10 വരെയാണ് നമ്മുടെ സ്റ്റാർ മാജിക്. എല്ലാവർക്കും നല്ല സുഖമായിട്ട് എന്താ പറയാ, ഉറങ്ങുന്നതിന് മുമ്പ് കുറെ നേരം കുടുകുടാ ചിരിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കണേ. സോ ഹോപ്പ് യു ആർ എൻജോയ്. എന്നാലും ഇന്നത്തെ സ്റ്റാർ മാജിക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി വീണ്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും പാക്കലാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ. ഗുഡ് നൈറ്റ്.